എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് യുഎയിലെ ഏറ്റവും വലിയ ഒരു കേരളീയ എക്സിബിഷൻ ഉത്സവമായിട്ടുള്ള കമോൺ കേരളയുടെ പവലിയനിലാണ്. സാധാരണക്കാർക്ക് ഒരു ഭവനം എത്തിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികളാണ് കല്ലാട്ട് നാട്ടിലും ഇവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടില് നമുക്കറിയാം ഏറ്റവും വലിയ ടവർ, 10 നിലയുള്ള ടവർ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് കല്ലാട്ടിന്റെ പേരിലാണ്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ടൗൺഷിപ്പ് വരാൻ പോകുന്നത് വയനാട്ടിലാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു, കല്ലാട്ടിന്റെ ബ്രിട്ടീഷ് വില്ലാസിലേക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ സിഗ്നേച്ചറും എത്തിക്കൊണ്ട് ഫിലാൽ സിറ്റിയിൽ വരുന്ന ആദ്യത്തെ കേരളീയ ഒരു മലയാളിയുടെ ഒരു സംരംഭമായി കല്ലാട്ട് ഗ്രൂപ്പിന്റെ പേര് കൂടി അവിടെ ചേർക്കപ്പെടുന്നു എന്ന വിഷയത്തിലാണ് നമ്മളിപ്പോൾ ഒരു ചർച്ചയിലേക്ക് എത്തുന്നത്. കാരണം UAE ലോകമെങ്ങും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ലോകത്തിന്റെ ഒരു ഹബ്ബ് എന്നറിയുന്ന വേൾഡിന്റെ ഹബ്ബായിട്ട് UAE മാറുകയാണ്. UAE ഒരു ബിസിനസ് ഹബ്ബായിട്ട് മാറുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബായി വന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർഷങ്ങളായിട്ടുണ്ട്. ഈ 50 വർഷത്തിൽ നമ്മൾ കാണുന്നതാണ് ബിസിനസ്സിലൊക്കെ തന്നെ. പക്ഷെ കഴിഞ്ഞ ഒരു ഫ്രീ ഹോൾഡ് ആരംഭിച്ചതിന് ശേഷം ഈ ഫ്രീ ഹോൾഡിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാർ, വിശിഷ്യ മലയാളികളായിട്ടുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അവർക്കൊക്കെ ഒരിക്കലും പ്രോപ്പർട്ടീസ് ഇവിടെ തുടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ചിലർ എടുത്തു കൊടുക്കുന്ന നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് പോലെ സാധാരണക്കാർ എടുക്കുന്ന രീതിയിലേക്ക് കൂടി മാറുന്ന കാഴ്ചയുണ്ട്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ കാണുന്നത്? ഞാൻ ആദ്യം തന്നെ ഒരു സ്ട്രാറ്റജിക് കൺസൾട്ടന്റ് എന്നുള്ള അമീൻ ഹസന്റെ ഇതിന്റെ ഒരു ചർച്ച ലീഡ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്തൊക്കെയാണ്, കാരണം ഞങ്ങൾ 2 എക്സ്പെർട്സാണ് നമ്മൾ കൂടുതൽ, അത് ബിസിനസ്സിലും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിലുള്ള ഡെവലപ്മെന്റ്സിലുള്ള. അപ്പൊ ഇവർക്ക് നിങ്ങൾക്ക് നൽകാവുന്ന സാധ്യതകൾ, അല്ലെ ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ശ്രീ അമീൻ ഹസനെ ക്ഷണിക്കുകയാണ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. മലയാളികൾ UAE തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടാവും, ലൈക്ക് മൈ പാരൻസ് ഉണ്ടാവും. അപ്പോൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണ്ടർപ്രണർഷിപ്പും ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അപ്പോൾ UAE ഒരു ഗ്ലോബൽ സ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം ഓഫ് ദി ഇറ കൂടിയാണ് UAE നിൽക്കുന്നത്. ഇന്ന് വേൾഡിൽ എല്ലായിടത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബിസിനസ്സിനും ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്, സെക്യൂരിറ്റിയാണ്, കണ്ടിന്യൂറ്റിയാണ്. അത് വളരെ മനോഹരമായിട്ട് ഓഫർ ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. ഏതൊരു ബിസിനസ്സിന് ഫൗണ്ടേഴ്സിന് ആവശ്യം വരുന്നതാണ് അവരുടെ മദർ കമ്പനി അല്ലെങ്കിൽ അവരുടെ മെയിൻ കമ്പനി ഒരു സേഫ് ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കണം. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ടാലന്റ് അട്രാക്ട് ചെയ്യാൻ പറ്റണം. അവരുടെ ഫാമിലീസിന് ഏറ്റവും ബെസ്റ്റ് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം, വെദർ ഇറ്റ് ഈസ് ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, വാട്ട് എവർ. അവർ എത്ര വലിയ ബില്യനേഴ്സ് ആണെങ്കിലും വളരെ ഫ്രീ ആയിട്ട് ഷോപ്പിംഗ് മാളുകളിലും പബ്ലിക് സ്പേസിലും അവർക്ക് ഇറങ്ങി പോകാൻ പറ്റണം, ഒരു റിസ്ക് ഇല്ലാതെ. അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് UAE ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് UAE ഇസ് എ ലൊക്കേഷൻ വേർ ഗ്ലോബലായിട്ടുള്ള ബിസിനസ്സുകൾക്ക് അവർ ഹെഡ് ഓഫീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അവർ ഗ്രൂപ്പ് ഓഫീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതുവഴി ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ടാക്സസ് ആണുള്ളത്. എല്ലാ നിലക്കും ആ ഒരു ലെവലിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മളാൾക്കാർ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, നമ്മളാൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ദ ടൈം ഹാസ് കം നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നീങ്ങണം. വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, വലിയ കോർപ്പറേഷൻസ്, ഇതിനൊക്കെ പാർട്ട് ആവുമ്പോഴാണ് നമ്മൾ ആ നെക്സ്റ്റ് ലെവൽ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദിസ് കൺട്രി നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒരു മേജർ മേഖലയാണ്. റിയൽ എസ്റ്റേറ്റ് ഏതൊരു ഇക്കോണമീൻ്റെയും ഒരു വി കൻ സേ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ തിങ്. അതിലിപ്പോൾ വലിയ രൂപത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അത് വളരെ നല്ല സൈനാണ്. കാരണം ഒരു ജനറേഷണൽ ഷിഫ്റ്റിംഗ് കൂടിയാണത്. ചിലപ്പോൾ പക്ഷേ നമ്മൾ ബൂമേഴ്സ് ആയിട്ടുള്ള ജനറേഷൻ ചിന്തിക്കാത്തൊരു സംഗതിയായിരിക്കും ഇവിടെ ഒരു വീട് വെക്കുക, ഒരു വില്ല വാങ്ങുക എന്നുള്ളത്. അതിൽ നിന്ന് മാറിയിട്ട് നൗ ദ ന്യൂ ജനറേഷൻസ് ആർ ആക്സെപ്റ്റിംഗ് ഇൻ എ ബിഗ് വേ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ്സില് ഈ UAE ഉണ്ടാകുന്ന പകുതിയോളം കാലം ഈ UAE ഉണ്ടായ വ്യക്തിയാണ്. ഉണ്ടായതിനു ശേഷം പകുതിയോളം കാലം വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം എന്താ പറയുക, മൈക്രോ ലെവൽ പ്ലാനിങ്ങിലൂടെ വളർന്നു വന്ന ഒരു സമാജപ്പെടുത്തിയ വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹത്തിന് അതിന്റെ ബ്രാൻഡിങ്ങും അതിന്റെ ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ മാറ്റിക്കൊണ്ട് അതിനെ കാലത്തിനനുസരിച്ച് മാറ്റാനുള്ള ഒരു മൂവ്മെന്റിലേക്ക് എത്തിച്ച അനുഭവം കൂടിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ കൂടി നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകൾ, പുതിയതായിട്ട് വരുന്ന സംരംഭകരുണ്ട്. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ലോകത്ത് ഏകദേശം 74 രാജ്യങ്ങളിൽ ഞാനിപ്പോ കവർ ചെയ്തു കഴിഞ്ഞ ഒരു ആഴ്ചയോട് കൂടിയിട്ട്. അപ്പോ ലോകത്ത്
ഈ 74 രാജ്യങ്ങളും നല്ലതാണ്. പ്രകൃതി കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും അവരുടെ കാലാവസ്ഥ കൊണ്ടായാലും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കൊണ്ടായാലും ഒക്കെ നല്ലതാണ്. ആരും നമുക്ക് കുറ്റം പറയാനില്ല. ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റെതായ നല്ല ചീത്തയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്നോട് ഇന്നും ചോദിക്കണമെങ്കിൽ ഏറ്റവും നല്ല സേഫായിട്ടും ഏറ്റവും നല്ല സന്തോഷത്തോടെയും ഏറ്റവും നല്ല ജീവിക്കാൻ പറ്റിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു രാജ്യമുള്ളൂ. 24 മണിക്കൂറും ആണിനും പെണ്ണിനും കുട്ടികൾക്കും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഞാൻ കണ്ടത് അത് UAE മാത്രമാണ്. അപ്പോ ആ ഒരു സേഫസ്റ്റ് രാജ്യത്ത് എന്ത് പ്രൊജക്ട് വന്നാലും അത് വിജയിക്കുന്നതിനാണ് എനിക്ക് പറയാനുള്ളത്. മലയാളികൾക്ക് നമ്മുടെ ഫുഡ് കേരളത്തിലല്ലായിട്ട് കൂടുതൽ ടേസ്റ്റോടെ കിട്ടുന്നത് അത് UAE-ലോ അല്ലെങ്കിൽ ദുബായിലോ ആണ്. അത് വലിയൊരു അത്ഭുതമാണ്. ഡെവലപ്മെന്റ് ഭാഗത്തേക്ക് വരികയാണ്. കാരണം ഇപ്പൊ വീടുകള് നമ്മൾ പലരും പ്രവാസികളുടെ നാട്ടിൽ വലിയ വലിയ വീടുകൾ വെക്കുന്നുണ്ട്. കോടികൾ സംഖ്യ, 1 കോടി 2 കോടി മിനിമം ചെയ്ത് സാധാരണക്കാരുടെ വീട് ഇപ്പൊ 1 CR ആവുന്നുണ്ട്. ഈ 5-10 കോടിയൊക്കെ വെച്ച് വീടുകൾ ഉണ്ടാക്കുന്നത് പലരും താമസിക്കുന്നില്ല. അവർ വെക്കേഷന് പോകുമ്പോഴാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ അത് അടച്ചിട്ടിട്ട് അത് മെയിൻ്റെനൻസ് ചെയ്യാൻ വീട്ടുകാരെയും കസിൻസിനെയും ആങ്ങളെയും പെങ്ങളെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഉമ്മാനെയൊക്കെ ഏൽപ്പിച്ചിട്ട് അത് ഭയങ്കര കൂട്ടിക്കെടുക്കുകയാണ്. വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ സെറ്റിൽ ചെയ്യുന്ന ഒരു കാലഘട്ടം ആലോചിക്കുന്നതാണ് ഈ മോഡലൊക്കെ ഔട്ട്ഡേറ്റഡ് ആവാണ്. 20 കൊല്ലം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ മോഡൽ ഔട്ട്ഡേറ്റഡ് ആവും. സ്വിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ഇന്റീരിയേഴ്സ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. മാറ്റിയിട്ട് അത്രയും പകുതി എക്സ്പെൻസ് ആയിട്ട് നമ്മൾ മാറണം. അപ്പൊ അതിന് പകരം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ ഫ്ലാറ്റിനും ഒക്കെയാണ് ഏറ്റവും റെന്റ് പോണത്. ആ റെന്റിന്റെ പൈസ EMI എടുക്കാൻ സ്വന്തമായിട്ടൊരു വീട് നമുക്ക് ഇവിടെ ലഭിക്കും. നമ്മുടെ ലൈഫ് ലോങ്ങിലെ ജീവിത സൗകര്യത്തിൽ ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് വാടക കൊടുക്കാതെ നമുക്ക് താമസിക്കാൻ കഴിയും. നമ്മൾ സ്വന്തം പേരിൽ ഒരു അസറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന പറയുന്നൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കുക കൂടിയാണ് കല്ലാട്ടിന്റെ ഉത്തമം. എന്തൊക്കെയാണ് കല്ലാട്ട് ഓഫർ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? കല്ലാട്ട് UAE, കാരണം മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളുണ്ട്. കല്ലാട്ടിന്റെ ശരിക്കും ഒരു റൂട്ട് സീഡ് എന്ന് പറഞ്ഞാൽ ഖത്തർ എന്നാണ് ഒറിജിൻ ആയിട്ടുള്ളത്. ഖത്തർ എന്നാണ് ഒറിജിൻ ആയിട്ടുള്ളത്. അപ്പൊ ഖത്തർ എന്ന് ഒറിജിനായിട്ട് എന്തുകൊണ്ട് ഖത്തർ സെലക്ട് ചെയ്യാതെ UAE-യിൽ എത്തിച്ചേരുന്നു? അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും കൂടുതൽ UAE ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബായിട്ട് താങ്കൾ കാണുന്നുള്ള കാരണം അതാണ് നമ്മുടെ ഡിസ്കഷന്റെ ഒരു കാതലായ ഭാഗവും. നമ്മളൊരു ട്രഡീഷണൽ ബിഫോർ കോവിഡ് നമ്മളൊരു ട്രഡീഷണൽ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് പൈസ ഉണ്ടാക്കി നാട്ടിൽ വലിയൊരു പാലസ് പോലത്തെ ഒരു വീട് വെച്ച് ഇവിടെ വന്നിട്ട് 2 bedroom അപ്പാർട്ട്മെന്റിൽ ശിഷ്ടകാലം ഒരു 10-11 മാസം സ്റ്റേ ചെയ്യുകയും 1 മാസം സ്റ്റേ ചെയ്യേണ്ടതിലേക്ക് നമ്മൾ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് മന്ത്ലി വലിയൊരു മെയിൻ്റെനൻസ് ചാർജ് മേറ്റ് ചെയ്തിട്ട് ഒരു വലിയ വീടെടുത്ത് കൊണ്ടുവരുന്ന സിസ്റ്റം ബിഫോർ കോവിഡ് വരെ. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇവിടെ എല്ലാ മാസവും 2-3 വീട്ടിൽ കൂടുതലാണ് ലക്ഷംസുക വീട്ടിൽ കൂടെ എല്ലാ മാസവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആളുകൾ ഇവിടെ സ്വന്തം സ്ഥലം എടുത്ത് സ്വന്തം വീട് വെച്ച് നാട്ടിലെ പോലെ വീട്ടിൽ കൂടുന്ന ഫംഗ്ഷനുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെപ്പോലത്തെ ഡെവലപ്പേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഒരു 20,000 സാലറി വാങ്ങുന്ന ആളുകൾക്ക് പോലും അപ്പാർട്ട്മെന്റും ടൗൺ ഹൗസും വാങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രൈസിങ് സ്ട്രക്ചർ സെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇൻഷാല്ലാ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ആംഗിളിലേക്ക് വരികയാണെങ്കിൽ ദുബായ് ഓഫ് കോഴ്സ് വേൾഡിലെ വലിയൊരു ബിസിനസ് ഹബ്ബാണ് റിയൽ എസ്റ്റേറ്റിൽ. ഇവൻ നമ്മളിപ്പം ന്യൂയോർക്കും ലണ്ടനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് 2021 വന്നിരിക്കുന്നത് അറൌണ്ട് 150 ബില്യൺ ആണ്. 2021 ഓൺലി സെയിൽസിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ 150 ബില്യൺ. ദെൻ 2022 പോവുകയാണെങ്കിൽ അത് 284 ബില്യണിലേക്ക് പോയി. ഓക്കെ, 2023 465 ബില്യണിലേക്ക് പോയി കഴിഞ്ഞ വർഷം. ഇപ്പം അറൌണ്ട് 385 ബില്യന്റെ ബിസിനസ് നടന്ന് കഴിഞ്ഞു. ഇനി 4 മാസം കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഈ UAE-യുടെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു ഗ്രാഫ് പോകുന്ന പോക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് പോകരുത്. അതായത് ഡിമാൻഡും സപ്ലൈയും. ഡിമാൻഡ് ഇവിടെ വളരെ കൂടുതൽ, സപ്ലൈ വളരെ കുറവാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ 10-12 വർഷമായിട്ട് പ്രോജക്റ്റുകൾ ചെയ്യുന്നൊരു കമ്പനി ആശംസിക. ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്ത് വിജയിപ്പിക്കുന്ന 2 വർഷത്തോളം സെയിൽസ് സമയം എടുക്കും. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി സെൽ ഔട്ട് ചെയ്ത് തീർക്കണം. ഇപ്പൊ ടൗൺഷിപ്പ് പ്രോജക്റ്റ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അറൌണ്ട് ഒരു 150 വില്ലാസും 100 ചില അപ്പാർട്ട്മെന്റ്സും ആയിട്ടുള്ള പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ സെൽ ചെയ്ത് തീർന്നിട്ടില്ല. പക്ഷെ UAE-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോജക്റ്റ് സെൽ ചെയ്ത് തീർക്കണമെങ്കിൽ 2 മാസം മതി, അല്ലെങ്കിൽ 3 മാസം മതി മാക്സിമം. ഇത് ഒത്തിരി പൊട്ടൻഷ്യലാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 2 മാസം മുന്നേ ലക്കിയിൽ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. അറൌണ്ട് ഒരു 300 വില്ലാസ് ആണ്. സംസ്കാരം 3 വർഷം ഉണ്ടാവും. വിത്തിൻ 24 hours 600 അപ്ലിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. 600 വില്ലാസിനുള്ള അപ്ലിക്കേഷൻസ് ആണ് ചെക്കാ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമർ. ഇതിലെ ക്യൂന്ന് ഭയങ്കര പ്രശ്നമായിട്ടു ആർക്ക് കിട്ടാത്തതുകൊണ്ട്. അത് ഒരു ദിവസം കൊണ്ടാണ് അത്ര നമ്മുടെ നാട്ടിലെ വില നോക്കുകയാണെങ്കിൽ 20 crores 25 crores വില്ലാസ് ഒരു ദിവസം കൊണ്ടാണ് വിറ്റ് പോകുന്നത്. അത്രയും പൊട്ടൻഷ്യലാണ് UAE മാർക്കറ്റ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾ വരുന്നത്
ഒരു 10 അപ്പാർട്ട്മെന്റ് കൊണ്ട് പ്രോജക്റ്റ് കൊണ്ടായിട്ടാണ് വരുന്നത് ഇൻഷാല്ലാ. ഒരു 20 ടവേഴ്സിൽ ഒരു ടവറിൽ അറൌണ്ട് ഒരു 30 അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അതിൽ 400,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പാർട്ട്മെന്റ്സിനാണ് ഇൻഷാല്ലാ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം 2 വർഷത്തെ ഞങ്ങൾ സ്റ്റഡീസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ യുഎയിൽ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ റെസിഡൻസിന് മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വിസന്റെ ആവശ്യമില്ല. 2 മില്യൺ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഗോൾഡൻ വിസ വിത്ത് ഫാമിലി. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടുത്തെ ഗവൺമെന്റ് റിയൽ എസ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ 0% ടാക്സ് ആണ്. ഞങ്ങൾക്ക് ടാക്സ് ഇല്ലാന്നില്ല, അത്രയും കൂടുതൽ റിയൽ എസ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടുത്തെ ഗവൺമെന്റ്. അപ്പൊ ഓഫ്കോഴ്സ് യുഎയുടെ റിയൽ എസ്റ്റേറ്റ് അടുത്ത് 2030 വരെ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇപ്പോ സ്ട്രാറ്റജിക് അഡ്വൈസറിയാണ് താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, SME ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഒരു 50 വർഷത്തിലേറെ ബിസിനസ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ട്. 60 വർഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കച്ചവടം നൽകി വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടുത്തെ പരമ്പരാഗത ശൈലിയോട് ചേർന്ന് വലിഞ്ഞ് വളർന്നു കഴിഞ്ഞ സ്ഥാപനങ്ങളാണ്. ഇവിടെയൊക്കെ തന്നെ ഈ ഒരു കട്ടിനായി വളരെ കട്ടിപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വളരെ വിസിബിൾ ആണ്. അപ്പോൾ ചെയ്യുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്ന് നമ്മൾ അവിടെ ഒരു ട്രാൻസിഷൻ ഈ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുതിയത് വരുന്ന ആളുകൾ പഴയ ഒരു ലെവലിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പഴയ ആളുകളുടെ പേസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ ചെയ്യേണ്ട ചില സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ടാവും. കാരണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾക്കും കൂടി പ്രചോദനമാകുന്നതിനാണ് ഈ ചർച്ച നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാവുന്ന താങ്കളുടെ അഡ്വൈസ് എന്താണ്? താങ്കളെ കണ്ടിട്ടുള്ള താങ്കളുടെ ഒരു ഒബ്സർവേഷനിൽ എന്തൊക്കെയാണ് അത് കൊടുക്കാവുന്ന ടിപ്സ് എന്നൊന്ന് പറയാമോ? പുതുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകളും ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ്സുകളും ഒരു 2 ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിലാണ് നിൽക്കുന്നത്. പഴയ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി ലെഗസി അവരുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. ഒരു ഓർഗനൈസേഷൻ കൾച്ചറായിട്ടുണ്ടാവും, ഒരു സിസ്റ്റം പ്രോസസ്സുകളൊക്കെ ഉണ്ടാവും. ചേഞ്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം പുതിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരധികം ന്യൂ ജനറേഷൻ ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അവർ കുറേയും കൂടിയും പുതിയ ജനറേഷൻ്റെ ട്രെൻഡിനനുസരിച്ചിട്ട് അക്കസ്റ്റംഡ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ തുടങ്ങുന്നുണ്ടാവുക. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൾഡ് ബിസിനസ്സുകൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ന്യൂ ജനറേഷൻ കോമ്പറ്റീറ്റേഴ്സിനായിട്ടാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന്റെ 10 വർഷം 20 വർഷം 30 വർഷം 40 വർഷം ഒരു സോളിഡ് സ്ട്രെങ്ത്തിനുള്ള ഫൗണ്ടേഷൻ ആയിരുന്നു. ഇന്ന് അങ്ങനല്ല. എത്ര പഴക്കമുള്ള ബിസിനസ്സും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വളരെ ന്യൂ ആയിട്ടുള്ള ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ബീറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻസ് ആണ്. പഴയ ബിസിനസ്സുകളൊക്കെ പഴയ സിസ്റ്റത്തിലായിരിക്കും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ മെഷീനറീസ്, മാനുഫാക്ചറിങ് ആണെങ്കിൽ അവരുടെ മെഷീനറീസ്, അല്ലെങ്കിൽ ഇനി അവരുടെ ഒരു സർവീസ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവരുടെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. കാര്യം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിയററ്റിക്കലി പറയുമ്പോൾ മാറ്റാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി പറയുമ്പോൾ അത് പ്രോസസ്സ് ഇൻറ്റിഗ്രേറ്റ് വിത്ത് പീപ്പിൾ, അവിടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇവരെ ലിങ്ക് എടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ സംഗതികൾ ചേഞ്ച് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് ഈ പുതിയ ഓർഗനൈസേഷൻസിന് ഈ പുതിയ ടെക്നോളജിയും പുതിയ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവർ ആ കോമ്പറ്റീറ്റീവിനെ അത് എഫക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഈ ന്യൂ ജനറേഷനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് 5 ജനറേഷൻസ് ഉണ്ട്. ആൻഡ് എവറി ജനറേഷൻ ഇസ് ഡിഫറെൻറ്റ്. പക്ഷെ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഗസി ഓർഗനൈസേഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ പലപ്പോഴും ബൂമേഴ്സ് ആയിരിക്കും, ജനറേഷൻ ബൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏർലി എക്സ് ആൾക്കാരായിരിക്കാം, ജനറേഷൻ എക്സ്. ഇവരെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ആൽഫ ആയിരിക്കും, വൈ ആയിരിക്കാം, സെഡ് ആയിരിക്കാം. ഇവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ they will not be able to serve the customer better and they will not be able to get employees better. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, എംപ്ലോയീസ് പണ്ടത്തെ മാറി ലോയൽ അല്ല, അവർ നിൽക്കുന്നില്ല, ന്യൂ ജനറേഷൻ നമുക്ക് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതൊരു ഓർഗനൈസേഷൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓർഗനൈസേഷൻ ഈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാരണം എസ്റ്റാബ്ലിഷ് ബിസിനസ്സുകൾക്കുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they have to change in a big way. അവരെ വെരി കൺസെപ്റ്റ് ഓഫ് അവരുടെ ബിസിനസ് മോഡൽ തന്നെ മാറ്റേണ്ടി വരും. കാരണം ബിസിനസ് മോഡൽ പല ബിസിനസ്സുകൾക്കും അവരുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ പലപ്പോഴും യൂസ് ചെയ്യുന്ന ബിസിനസ് മോഡൽസ് ആർ ഔട്ട്ഡേറ്റഡ് ബിസിനസ് മോഡൽസ് ആയിരിക്കും. അതാദ്യം ഒരു ഇവാലുവേറ്റ് ചെയ്യണം. രണ്ടാമത് അവർ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം അവർ എത്രത്തോളം മാർക്കറ്റിന് അലൈൻഡ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് അവരുടെ കംപ്ലീറ്റ് ഓപ്പറേഷൻ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും മാറ്റേണ്ടി വരും. ന്യൂ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വളരെ പ്ലാൻ ചെയ്തിട്ട് തന്നെ എൻ്റർ ചെയ്യണം. പലപ്പോഴും സംഭവിക്കുന്നത് ആവേശത്തിൻ്റെ മുകളിലാണ് പല ആൾക്കാർ ബിസിനസ് തുടങ്ങിയത്. ഒരു കോൺസെപ്റ്റ് വന്നു ആൻഡ് യു തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ, അത് വേറെ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ ആ എനർജിയിൽ ഒരുപാട് ക്യാപിറ്റലും ഒരുപാട് എഫേർട്ടും മുന്നോട്ട് പോകും. പക്ഷേ ദാറ്റ് ക്യാൻ എൻഡ് വെരി ബാഡ്ലി.
അപ്പോൾ ശരിക്കും പഠിച്ചിട്ടായിരിക്കണം നമ്മളൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. യു എയിലേക്ക് ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്കാരെ സമയത്തോളം ഇവിടുത്തെ ബിൽഡിങ്ങും ഇവിടുത്തെ ബിസിനസ്സും ഇവിടുത്തെ ഹസലും ബസലൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഐ വുഡ് സജസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും യു എയിൽ നിന്നുകൊണ്ട് അവരെ പൾസ് ഒന്ന് മനസ്സിലാക്കണം, ആൾക്കാരെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അറിയില്ല അവർ കാണാത്ത ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളതും അതിനൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ തുടങ്ങാൻ പാടുള്ളൂ. ഈ പ്ലാനിങ് ഇല്ലാതെ വരുന്നത് എക്കോണമിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം നല്ലപോലെ പോകുന്ന ആൾക്കാരുടെ ബിസിനസ്സിനും കൂടി അത് ഡിസ്റപ്റ്റ് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ടാക്ടിക് പ്രൈസ് കുറക്കലാണ്. പ്രൈസ് കുറക്കാൻ ആർക്കും സാധിക്കും. ആ പ്രൈസ് മാർജിൻ കീപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിനോടത്താണ് ആ ചലഞ്ച് കിടക്കുന്നത്. അത് ഡിസ്റപ്റ്റ് ചെയ്യുമ്പോൾ എസ്റ്റാബ്ലിഷ് പ്ലേയേഴ്സിന് പോലും എന്ത് സംഭവിക്കും, അവരുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും അത്. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം നോക്കിയ എന്നുള്ളൊരു ബ്രാൻഡ് വേൾഡിലെ മൊബൈലിന്റെ കുത്തകയിൽ നിന്നിട്ട് ഇപ്പൊ പുതിയ ഓണറുകളുടെ ചെറിയ ബ്രാൻഡുകളോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അപ്ഡേറ്റഡ് ആവാതെ പോയ ഒരു കാലഘട്ടത്തിലാണ്. എങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നതിനെ കുറിച്ച് താങ്കൾക്ക് ഈ പുതിയ സംരംഭങ്ങൾ അതുപോലെ പഴയ ആളുകൾ കൂടി നൽകാവുന്ന ഒരു ടിപ്സാണ് ചോദിക്കുന്നത്. അമീബായി പറഞ്ഞ പോലെ നമ്മള് എന്താ പറയാ കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. എനിക്ക് തോന്നുന്നത് ഞാൻ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും അന്നൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ നാട്ടില് മസാലയൊക്കെ എന്ന് പറഞ്ഞാല് മല്ലി മാർക്കറ്റിൽ നിന്ന് മേടിക്കും, എന്നിട്ട് വീട്ടിൽ ഉണക്കും. ഉമ്മൊക്കെ ഉമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ മുളകൊക്കെ അരച്ചിട്ട് അതിന് കറി ഉണ്ടാക്കിയിരുന്നു. അത് മാറി, പിന്നീട് അത് പൊടിയിലേക്ക് മാറി. ആ പൊടി പിന്നെ എന്തായത് കൂട്ടുകളിലേക്ക് മാറി. ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കേണ്ട സാമ്പാർ പൊടി ഇട്ടാൽ മതി, ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ പൊടി. പിന്നെ നമ്മൾ പറയാം റെഡി ടു കുക്ക് ബോട്ടസ് നല്ല ഇറക്കി അറിയാം. പൊറോട്ട ചപ്പാത്തിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും വേണ്ട, വീട്ടുകാർക്ക് മറ്റേ പത്തിരി പരത്തണം പുട്ടുണ്ടാക്കുന്നതൊന്നും വേണ്ട, വെറും ഈ പൊറോട്ട ചപ്പാത്തി ഇടിയപ്പം ഒക്കെ റെഡിയാണ്, ജസ്റ്റ് ചൂടാക്കുക എല്ലാം ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പ്രിസർവേഷൻ ചേർക്കുന്നില്ല. ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്നത് അതിന് നല്ലതാണ്. കാരണം ഇപ്പൊ ഞാൻ യാത്രകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഒരു പൊടിയും കണ്ടുന്നില്ല, പകരം ഞങ്ങൾ ഫുഡായിട്ട് റിസർച്ച് ചെയ്യുന്ന കൂട്ടുകളാണ്. ഉദാഹരണമായിട്ട് ഒരു ബിരിയാണി ആണെങ്കിൽ ബിരിയാണിക്ക് എല്ലാം ഉണ്ടാവും, ഉള്ളിയും തക്കാളി പച്ചമുളകും എല്ലാം കൂട്ടിയിട്ട് ഒരു പ്രിസർവേഷൻ ചേർക്കാതെ എങ്ങനെ അത് കൊണ്ടുപോകുന്ന പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ യാത്രയിലൊക്കെ എന്ത് ചെയ്യും, അപ്പൊ അവിടെ പോയി ഉള്ളി വെട്ടണ്ട തക്കാളി വെട്ടണ്ട ഒന്നും ചെയ്യണ്ട, അല്ല ഈ കറി പേസ്റ്റ് ഇടുക, എന്താണ് മസാല അല്ല, പിന്നീട് ചിക്കനും മട്ടനും അത് ആഡ് ചെയ്തിട്ട് അതായത് ബിരിയാണി ഇവിടെ ഒന്നും ചെയ്യല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കാലത്തിന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനത്തിന് മാറ്റ കമ്പനി എപ്പോഴും ഡൗൺ ആയിരിക്കും. ഇപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ 2002 മുതൽ ഓർക്കൂട്ടിലുണ്ട്. ഓർക്കൂട്ട് ഓർമ്മ ഉണ്ടോ? അത് 2004 ഫേസ്ബുക്കിൽ കയറി. എന്നോട് പലരും അന്ന സമയത്ത് കളിയാക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ ഇതിലൊക്കെ നിങ്ങളെ ഫോട്ടോ ഇടാന്, നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഓർക്കുകയാണ്. കാര്യം ഇപ്പോഴേ പണ്ടത്തെ ഫോട്ടോ ഇന്നിടക്ക് എനിക്ക് കിട്ടിയത് പഴയ ഫേസ്ബുക്കിൽ നിന്നാണ്. അപ്പൊ ആ ഫോട്ടോ ഇട്ടപ്പോ എന്നോട് പലരും കളിയാക്കിയിരുന്നു. പക്ഷെ ഞാൻ കളിയാക്കലിനൊക്കെ എന്ത് ചെയ്തു, അന്നത്തെ രീതിയിൽ നമ്മൾ മറുപടി എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയാൽ അല്ലെങ്കിൽ അത് മയക്കാലെന്ന് പറയും. എന്നാൽ ഞാൻ ഇന്ന് പിന്നെ പറയും. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കിയാണ് ഏറ്റവും ആവശ്യം മനുഷ്യൻ സോഷ്യൽ മീഡിയ. ഇപ്പൊ ഏറ്റവും കൂടുതൽ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ, അതായത് ബിസിനസ് റിട്ടേൺ കിട്ടുന്നത് അത് സോഷ്യൽ മീഡിയ ഇടുമ്പോഴാണ്. അത് എന്തൊക്കെയായാലും അപ്പോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറാനുള്ള ഒരു ശരിക്കും യൂസഫലിക്കൊക്കെ അതിൽ വലിയ അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നിന്ന് വളർച്ച. ഞാൻ ആലോചിക്കുക 2004 അദ്ദേഹം സാപ്പ് ആക്കിയിട്ടുണ്ട്. അതെന്താണ്, യൂസഫലിക്ക കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ യൂസഫലിക്കൊക്കെ വളർച്ച ഉണ്ട്. അതുപോലെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറുമ്പോഴാണ് അതിന്റെ വളർച്ച ഉണ്ടാവുന്നത്. ഓരോ ഫുഡായാലും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോ അരക്കെന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാതെ ഓരോ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കറിയായി, ആ രീതിയിലേക്ക് നമ്മൾ മാറും. നാട്ടില് താങ്കൾക്ക് പ്രൊജക്ട് വളരെ സജീവമായി പോകുന്നുണ്ട്. നാട്ടിനേക്കാളും യു എയിലാണോ സാധ്യത കാണുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഇപ്പൊ ബ്രിട്ടീഷ് ബില്ല് അടക്കമുള്ള പ്രൊജക്ടുകൾ ഭൂരിഭാഗം യു എക്കാർ തന്നെയാണ് അവിടെ ഇൻവെസ്റ്റേഴ്സ്. കൂടുതൽ നമ്മുടെ യു എ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ യു എ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നാട്ടിൽ കൂടി ചെയ്യുന്നതിൽ ഏറ്റവും സേഫ് എടുക്കും. ഞങ്ങൾക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കേണ്ടത് നാട്ടിൽ ചെയ്യുന്നതാണോ, നിങ്ങളുടെ തന്നെയാണ് ചോയ്സ് കൊടുക്കുന്നത്. 2 ചോയ്സിൽ അത് യു എയിൽ ഇൻവെസ്റ്റ്മെന്റുകളാണ്, ഏതാണെന്നുള്ളത് അഡ്വൈസബിൾ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ചെയ്യും, ചിലവർക്ക് ഡിപ്പെൻഡ് ആണ്. ഇപ്പൊ നാട്ടിലെ പ്രോജക്ട് ഇല്ലായിരുന്നു എനിക്ക് യു എനെ കുറിച്ച് നന്നായിട്ട് പറയുന്നത്. ഓക്കെ, പക്ഷെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് യു എ തന്നെയാണ് ഓഫ് കോഴ്സ്. അങ്ങോട്ട് ചെറിയൊരു പെർസെന്റേജും ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ തരാം. കാരണം ഞങ്ങൾ പ്രോജക്റ്റിനോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും നാട്ടിലിപ്പം പ്രൈവറ്റ് നന്നായിട്ട് സെല് ചെയ്യുന്നുണ്ട്. നാട്ടിലെ റിക്വയർമെന്റ്സിൽ ആളുകൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ നാട്ടിൽ വീട് വേണം, ഫ്ലാറ്റ് വേണം, വില്ല വേണം. അവർക്ക് വലിയ ഫ്ലാറ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് ഓഫ് കോഴ്സ് നാട്ടിൽ നിന്ന് എടുക്കണം. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നാട്ടിലുള്ള ഒരു ROI നോക്കുകയാണെങ്കിൽ, ഒരു നാട്ടിൽ അപ്പാർട്ട്മെന്റ് വെക്കുകയാണെങ്കിൽ, ഇപ്പൊ ഷംസിനൊക്കെ എന്തായാലും നാട്ടിൽ അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അത് ഷംസിക്ക് ഇപ്പം അത് ഐഡിയയിലേക്ക് എടുക്കണം റെനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു 2 to 3% ROI എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം യു എയിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതൊരു 8 to 13% വരെ നമുക്ക് ROI എക്സ്പെക്ട് ചെയ്യാൻ പറ്റും.
പിന്നെ റീസെയിലിംഗ് പോസിബിലിറ്റീസ് നാട്ടിലേക്ക് കാണാൻ എത്ര കൂടുതലാണ്. ഇപ്പം നമ്മൾ ഇവിടെ നാട്ടിൽ അപ്പാർട്ട്മെന്റ് എടുത്ത് റീസെയിൽ വെച്ചത് ഹെർക്കുലൈൻ ടാസ്ക് ആണ്. പെട്ടെന്ന് അത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ലൈക്ക് നമ്മുടെ പിന്നെ ബയോത്ത്, പ്രോപ്പർട്ടി ഫൈൻഡർ, ഡെബിസെൽ, അങ്ങനത്തെ ഓരോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇവിടെ ഏജൻസി നമ്മളെ ബൈക്കിൽ നടക്കും സെല് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ രാവിലെ നമ്മൾ സാധനം സെലക്ട് ചെയ്യാൻ വിചാരിച്ചാൽ ഇതിന് 1 വീക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നാട്ടിൽ സാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ആംഗിൾ നോക്കുകയാണെങ്കിൽ നാട്ടിലേക്കുള്ള ഫാർ ബെറ്റർ UAE തന്നെയാണ്. പക്ഷെ ഒരു എൻഡ് യൂസറെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഒരു വീട് നാട്ടിൽ പോയി ബിൽഡ് ചെയ്ത് ഉണ്ടാക്കാനുള്ള പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നാട്ടിലോ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആ രീതിയിൽ ചിന്തിക്കാം. ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് UAE തന്നെയാണ് ബെറ്റർ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ. ഇത് നിങ്ങളുടെ ഭവനമാണെങ്കിൽ നിങ്ങൾ UAE പ്രിഫർ ചെയ്തോളൂ. നിങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണെങ്കിൽ വാടക കൊടുക്കുന്നതിന് പകരം സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള ഒരു അവസരമാണ്. നാട്ടിലുള്ള വ്യവസായികൾക്ക്, വ്യാപാരികൾക്ക് അവരുടെ ഒരു ആഗ്രഹമാണ് വിദേശത്തൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്. വിദേശത്ത് നിൽക്കുന്ന പ്രവാസികളായ നിങ്ങൾക്ക് പലർക്കും ഇവിടെ ആരംഭിക്കാവുന്ന സംരംഭങ്ങൾക്ക് ഒരുപാട് സാധ്യതകളാണ്. അത് വേറൊരു കാര്യം കൂടി, നമുക്ക് ഒരാൾക്ക് തുടങ്ങാൻ പറ്റില്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക്, സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് ചേർന്നുകൊണ്ട് വലിയ വലിയ പദ്ധതികളും പ്രൊജക്ടുകളും തുടങ്ങാം. ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളും മെമ്പർമാർ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങാം, നിങ്ങൾക്ക് വില്ലാസ് എടുക്കാം, പ്രോജക്ട്സ് തുടങ്ങാം. ഇതൊക്കെയുള്ള സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ അവനവന്റെ ഒരു റൂട്ടിലൂടെ പോകുമ്പോഴാണ് ലാറ്ററൽ തിങ്കിങ് എന്നുള്ള ഒരു സംവിധാനം മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ ലാറ്ററൽ തിങ്കിങ്ങിലൂടെ, ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് UAE നൽകുകയും അത് ബിസിനസ്സിലായാലും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിലായാലും ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാവുന്ന അടുത്ത 5-10 വർഷങ്ങളാണ് ലോക സമ്പദ് വ്യവസ്ഥയിൽ UAE കാത്തിരിക്കുന്നത്. ഈ 5-10 വർഷം താൽക്കാലികം പറയുന്നതാണ്. അത് ഈ രാജ്യത്തിന്റെ വിഷനറി അനുസരിച്ച് അടുത്ത 50 വർഷത്തേക്കുള്ള പദ്ധതി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യം അത് തെളിയിച്ചിട്ടുണ്ട്. സാധാരണ ഒരു എക്സിബിഷൻ ആയിട്ടുള്ള ഒരു എക്സ്പോ എന്ന് പറയുന്ന ആ ഒരു എക്സിബിഷനെ ലോകത്തിലെ ഒളിമ്പിക്സിനും വേൾഡ് കപ്പും പോലത്തെ ഒരു എക്സിബിഷൻ ആക്കി മാറ്റാൻ, അതിനെ ബ്രാൻഡ് ചെയ്യാൻ UAE-യിലുള്ള ഒരു പ്രസൻസ് മാത്രം മതിയായിരുന്നു. ഇതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത. ഈ രാജ്യത്ത് എത്തുന്ന ഓരോരുത്തരും ബ്രാൻഡഡായി മാറുകയാണ്. അങ്ങനെ നിങ്ങളുടെ ബ്രാൻഡും ആരംഭിക്കുവാൻ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ തുടങ്ങുവാൻ ഉള്ള ഒരു ഹബ്ബായിട്ട് ഈ UAE മാറുകയാണ്. ഈ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം പങ്കെടുത്ത പ്രിയപ്പെട്ട നെല്ലറ ശംസുദ്ദീൻ സാർ, അതുപോലെ തന്നെ ഡോക്ടർ താഹിർ കലാട്ട് സാറ്, പ്രിയപ്പെട്ട അമീൻ സാഹിബ്, ഇവർക്കെല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. യാസിർ ഹമീദ് signing off from the discussion based on the investment opportunities in UAE. Thank you.